എല്ലാവർക്കും നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല. ഒരു വ്യക്തി പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ഥാപനങ്ങളാണ് കോളേജുകൾ. കോളേജുകളെല്ലാം നിയന്ത്രിക്കുന്നത് ഓരോ സർവകലാശാലയുടെ അധികാര പരിധിയിലാണ്. യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല തുടങ്ങിയത് 1937 അതിനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടായിരുന്നു, കോട്ടയത്ത് CMS കോളേജ്, അങ്ങനെ വിരലിലെണ്ണാവുന്ന ഏതാനും കോളേജുകൾ മാത്രമേ കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. 1937 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 10 വർഷം മുമ്പ്. ഇന്നേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 88 വർഷം, എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ 88 വർഷങ്ങൾക്ക് മുമ്പാണ് കേരള യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിൽ ആരംഭിക്കുന്നത്. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജഭരണമായിരുന്നു. ചിത്ര തിരുനാൾ ബാലരാമവർമ്മ എന്ന രാജാവായിരുന്നു തിരുവിതാംകൂറിലെ രാജാവ്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭരണപരിഷ്കാരങ്ങളായി വളരെയധികം മേന്മേറിയ കാര്യങ്ങളുണ്ട്. ആരോഗ്യരംഗത്ത് തിരുവനന്തപുരത്തെ എല്ലാ പ്രമുഖ ആശുപത്രികളുടെയും പേര് ശ്രീ ചിത്ര തിരുനാൾ, ശ്രീ അവിട്ടം തിരുനാൾ, ശ്രീ ഉത്രാടം തിരുനാൾ, അങ്ങനെയാണല്ലോ. ആ സമയത്താണ് വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ ഒരു കാൽവെപ്പ് എന്ന രീതിയിലാണ് കേരള സർവകലാശാല, തിരുവിതാംകൂർ സർവകലാശാല ആരംഭിക്കുവാനുള്ള പ്ലാൻ ചെയ്യുന്നത്. ഈ സർവകലാശാല തുടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാതൃക വേണമല്ലോ. ഏതിന്റെയെങ്കിലും മാതൃകയെ മാത്രമേ ഉള്ളൂ. ഭാരതത്തിന് ഭരണഘടന നിർമ്മിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ബ്രിട്ടീഷും അമേരിക്കനും അയർലൻഡും അങ്ങനെ പല പല ഭരണഘടനയുടെ മാതൃകയിലാണ് നമ്മൾ തയ്യാറാക്കിയത്. ഒന്നും ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കുവാൻ ബുദ്ധിമുട്ടാണ്, സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ തീർച്ചയായും ബ്രിട്ടനിലെ പ്രഗത്ഭമായ ഓക്സ്ഫോർഡ് സർവകലാശാല പോലെയുള്ള സർവകലാശാലകളുടെ ഒരു മാതൃക അന്വേഷിച്ചിരുന്നു, അതിന് യാതൊരു സംശയവുമില്ല. ഈ ചാൻസലർ, വൈസ് ചാൻസലർ, അങ്ങനത്തെ പേരുകളൊക്കെ എല്ലാം അവിടെ നിന്ന് വരുന്നതാണ്, ആ ഒരു ചട്ടക്കൂടിന്റെ ഭാഗമാണ്. എന്നാൽ വളരെ കൗതുകകരമായ ഒരു കാര്യം, അന്നത്തെ ദിവാൻ, പ്രൈം മിനിസ്റ്റർ എന്ന് വേണേൽ പറയാം, സർ CP ആയിരുന്നു, സർ CP രാമസ്വാമി അയ്യർ. ചരിത്രത്തിൽ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഒക്കെ ധാരാളം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു എന്ന് പറയുന്നു. ചരിത്രത്തിൽ എപ്പോഴും കോൺട്രവേഴ്സീസ് ആണ്, എന്നാലും ചരിത്രം മുന്നോട്ട് തന്നെ പോകും. രാജാവും CPയുടെ കൂടിയാലോചിച്ചിട്ട് പിന്നീട് എടുത്ത ഒരു തീരുമാനം വളരെ കൗതുകകരമാണ്. അവർ ഈ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് ക്ഷണിച്ചത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെയാണ്. 1930കളുടെ ആരംഭത്തിൽ ഐൻസ്റ്റീൻ ലോക പ്രശസ്തനായിരുന്നു. ഐൻസ്റ്റീൻ 1879 ഐൻസ്റ്റീന്റെ ജനനം. അതായത് ഈ 1937 ആകുമ്പോഴത്തേന് ഏകദേശം 58 വയസ്സ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതിനോടൊപ്പം തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ചില തിയറംസ് ഒക്കെ 1905 അദ്ദേഹത്തിന്റെ മിറക്കിൾ ഇയർ ആയിരുന്നു. പിന്നീട് 1921 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. അങ്ങനെ ലോക പ്രശസ്തനായ, ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയും CPയും മറ്റുള്ളവരും ചേർന്ന് ഇദ്ദേഹത്തിന് ഒരു എഴുത്ത് അയച്ചു. ഇദ്ദേഹത്തെ ആദ്യത്തെ വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുക്കുവാനായി. അന്ന് അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിൽ 1930s തുടക്കത്തിൽ ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഐൻസ്റ്റീൻ അമേരിക്കയിൽ തന്നെ തുടരുവാൻ തീരുമാനിച്ചു. അമേരിക്കൻ പൗരത്വത്തിനായി അദ്ദേഹം അപേക്ഷിക്കുകയും ചെയ്തു. ആ ഒരു കോണ്ടസ്റ്റിലാണ് 58 വയസ്സുള്ള ആൽബർട്ട് ഐൻസ്റ്റീനെ നമ്മൾ ക്ഷണിക്കുന്നത്. അന്ന് ഓഫർ ചെയ്ത ശമ്പളം ഒരു മാസം 6000 രൂപയാണ്, 6000 rupees പെർ മന്ത്. ആധുനിക കാലഘട്ടത്തിലെ വിവിധ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് ഒരു ഏകദേശ കാൽക്കുലേഷൻ വന്നിരിക്കുന്നത് ഏകദേശം അത് ഇന്നത്തെ ഒരു 1.6 lakh USD ആണ്. അതായത് 1 കോടിയിലപ്പുറം പോകും ഇന്ത്യൻ റുപ്പിയുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കുന്നത്. ആ കമ്പാരിസൺ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭീമമായ ഒരു ശമ്പളമായിരുന്നു.
ഇന്ന് ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തെ വിളിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു മാസം ഒരു 20 ലക്ഷം അല്ലെ 30 ലക്ഷം രൂപയൊക്കെ ഓഫർ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആൽബർട്ട് ഐൻസ്റ്റീന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് വേറെ ചോദ്യം. തിരുവിതാംകൂറിലെ ഭരണ സമയത്ത് തിരുവിതാംകൂറിന്റെ ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 40% ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുത്തെന്നൊക്കെ ചില വെബ്സൈറ്റുകളിലൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ആധികാരികമാണെന്ന് അറിയില്ല. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീനെ ഇത്ര നല്ല ഒരു ഓഫറാണ് ഐൻസ്റ്റീന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആ സമയത്ത് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയുമായിട്ടൊരു കോൺട്രാക്ട് ഏകദേശമൊക്കെ ഒപ്പിട്ടിരുന്നു. അവിടെ തന്നെ തുടരാൻ അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തരായ അനേക ശിഷ്യന്മാരും എല്ലാം ഉള്ളപ്പോൾ അദ്ദേഹം ഒരു റിസർച്ച് ഗൈഡ് കം സ്കോളർ കം സയന്റിസ്റ്റ് ആയിട്ട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം അത് രേഖാമൂലം ഇവിടുത്തെ രാജാവിനെ അറിയിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാരുടെ ഇടയിൽ ഒരു സമവായ അഭിപ്രായമുണ്ട്. തുടക്കത്തിൽ ഏറ്റവും പ്രഗത്ഭനായ VC ആയിരിക്കണം നമ്മുടെ എന്നുള്ള ഒരു ദർശനത്തിലാണ് കേരള സർവകലാശാല ആരംഭിച്ചത്. എന്നാൽ ഇതിനകത്ത് വീണ്ടും ചോദ്യമുണ്ട്. ഐൻസ്റ്റീൻ ആ ഓഫർ നിരാകരിച്ചപ്പോൾ പിന്നീട് കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയത് സർ CP തന്നെയാണ്. പിന്നീട് വേറെ ലോകപ്രശസ്തരായ അധ്യാപകരെയോ ശാസ്ത്രജ്ഞരെയോ ഒക്കെ അപ്രോച്ച് ചെയ്തിരുന്നോ എന്നുള്ളതിനെ പറ്റിയൊന്നും വ്യക്തതയില്ല. ഇദ്ദേഹം വരത്തില്ല എന്ന് പറഞ്ഞ ഉടനെ നേരെ അവിടുത്തെ ഭരണാധികാരി CP വാസ് ഓൾസോ എഫിഷ്യന്റ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചരിത്രത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അതിനെപ്പറ്റി ഒരു തമാശ രീതിയിൽ പറയുന്നത് രാജാവിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. ഇനി വരുന്ന VCമാരൊക്കെ ഒന്ന് അറിയണം. ഒറിജിനലി ദിസ് ചെയർ വാസ് ക്രിയേറ്റഡ് ഓർ ബിൽറ്റ് ഫോർ നൺ അതർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് GOAT ഗോട്ട്. ആൽബർട്ട് ഐൻസ്റ്റീനായി തയ്യാറാക്കിയ കസേരയിലാണ് ഇരിക്കുന്നതെന്ന് ഈ സർവകലാശാലയിലെ ഓരോ വൈസ് ചാൻസലർക്കും ഒരു ബോധ്യം ഉണ്ടാകണം എന്നുള്ള ഒരു ധാരണ, എന്നുള്ള ഒരു വിഷൻ രാജാവിനുണ്ടായിരുന്നതായി ചെറിയൊരു തമാശ രീതിയിൽ പറയും. ശരിയായിരിക്കാം. കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞ 80 വർഷങ്ങൾ കൊണ്ട് അനേക നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അനേക കോളേജുകൾ, അനേക പണ്ഡിതരെ സൃഷ്ടിച്ചു. അനേക പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ, ലോകപ്രശസ്തരായവരുണ്ട് കേരള സർവകലാശാലയ്ക്ക്. തീർച്ചയായും ഇത് അഭിമാനത്തിന്റെ ഒരു വസ്തുതയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് തന്റെ കരിയർ 1940s 1940 US സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടി. അദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്തു. സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലും ഒക്കെ അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹവും പ്രശസ്തനായി ലോകചരിത്രത്തിൽ നിന്നും മാറുകയാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഒരു പാട്ടാണ് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലിയല്ല, മഹാബലിയാണ്. തിരുവല്ലായ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ഇരവിപേരൂർ. നമ്മളത് പറഞ്ഞു അതിനെ ഇപ്പൊ എരവേരി എന്നാക്കി. അതുപോലെ വന്ന ഒരു ചേഞ്ചാണ് മഹാബലിയെ നമ്മൾ മാവേലിയാക്കിയത്. പിന്നെ മാവേലിയെ കൊമ്പത്തും കയറ്റി, അത് വേറെ കാര്യം. അതുകൊണ്ട് ഗ്രേറ്റ് സാക്രിഫൈസസ് അതൊരു കൺസെപ്റ്റാണ്. മാവേലി നാടു വാണിടും കാലം എന്നാണ്. മഹാബലി നാടു വാണിരുന്നു, എന്നാൽ ഇനിയും മഹാബലികൾ നാടു വാഴുന്ന കാലം. അതൊരു ജനറൽ ട്രൂത്തായിട്ട് ചരിത്രത്തിൽ തുടരുന്ന ഒരു വസ്തുതയാണ്. എന്നൊക്കെ നേതാക്കന്മാർ ഗ്രേറ്റ് സാക്രിഫൈസസ് ചെയ്യുന്നു, വലിയ വിഷനോടുകൂടി ജനങ്ങളെ സ്നേഹിക്കുന്നു, അവിടെയെല്ലാം മഹാബലി നാടു വാണിടുന്ന കാലമാണ്. അതുപോലെ ഒരു ഐഡിയൽ എക്സ്പീരിയൻസിനു വേണ്ടി ചിന്തകന്മാർ എപ്പോഴും കാംക്ഷിച്ചിരുന്നു. മനുഷ്യന്റെ ഒരു വലിയ ആഗ്രഹമാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് തോമസ് മൂറിന്റെ ഉട്ടോപ്പിയ, ഒരു റാഷണൽ തിങ്കിങ്ങിൽ യൂറോപ്പിൽ വന്ന ഒരു കൺസെപ്റ്റാണ് ഉട്ടോപ്പിയ. ഭാരതത്തിന്റെ പ്രശസ്തമായ എപ്പിക്കിലുള്ള രാമരാജ്യം എന്ന കൺസെപ്റ്റ്, എല്ലാവർക്കും നീതിയും ശാന്തിയും സമാധാനവും നൽകുന്ന ശ്രീരാമൻ വാണ ഒരു കാലം, ഇനിയും അത് വരും, രാമരാജ്യം. അതാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഉപയോഗിച്ചിരുന്നതാണ് രാമരാജ്യം എന്നുള്ള ആ ഒരു ആശയം, ഉത്തമമായ ഒരാശയം. അതുപോലെ സർവശക്തനായ ദൈവത്തിനു വേണ്ടി ഒരു ഖലീഫ, ഒരു രാജാവ് ഭരണം ചെയ്യുന്ന ഖിലാഫത്ത് എന്നുള്ള ഒരു ആശയവും മഹത്തായ
ആശയം തന്നെയാണ്. ദൈവരാജ്യം സമാധാനവും സ്നേഹവും നീതിയും എല്ലാ മനുഷ്യർക്കും ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ ദൈവരാജ്യം എന്നുള്ള ഒരു ആശയം. ഞാനിങ്ങനെ ഒന്ന് ഭാവനയെ കാണുകയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു ഇന്ന് 2025 നമ്മുടെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ എങ്കിൽ വെറുതെ എന്റെ ഒരു ഭാവനയിൽ പോയിരിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയി കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും അതിന് മാറ്റം വരും. ചാൻസലർ എങ്ങനെ അദ്ദേഹത്തോട് പെരുമാറും, അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് എങ്ങനെ പ്രതികരിക്കും, രജിസ്ട്രാർ എങ്ങനെ പ്രതികരിക്കും, ഡീനുകൾ, പ്രൊഫസേഴ്സ്, ലെക്ചറേഴ്സ്, ഗവേഷണ വിദ്യാർത്ഥികൾ, ഓഫീസ് അനധ്യാപകർ, കായിക വിഭാഗം, കലാവിഭാഗം, യൂണിവേഴ്സിറ്റി നടത്തുന്ന യൂത്ത് ഫെസ്റ്റിവൽ, ആർട്സ് ഫെസ്റ്റിവൽ, സ്പോർട്സ് മീറ്റുകൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനകൾ. നിങ്ങളുടെയൊക്കെ ആ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ അത് വിട്ടുകൊടുക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മുടെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ചെറിയ ചിതറിയ ചിന്തകളൊക്കെ പങ്കുവെച്ചെന്നേ ഉള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാടാ, ഏതവനാടാ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നൊക്കെ ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ അവിടെ വരും. History, don't think that history moves along a single line. History is never in a single line. അവിടെ എല്ലാ ശബ്ദങ്ങൾക്കും സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ ആദരിക്കുന്നവരുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീനെ ബഹുമാനിക്കുന്നവരുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹം കടന്നുപോയി. ആൽബർട്ട് ഐൻസ്റ്റീൻ റെപ്രസെന്റ്സ് ഗ്രേറ്റ്നസ്, എക്സലൻസ്. ആരാടാ, ഏതവനാടാ ഐൻസ്റ്റീൻ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഹിസ്റ്ററി മൂവ്സ് ഓൺ, ഹിസ്റ്ററി സെലക്ട്സ് ദ ബെസ്റ്റ്. സോ ആൽബർട്ട് ഐൻസ്റ്റീൻ VC-ആയി സേവനം ചെയ്യും കാലം പൂരിപ്പിക്കുക. നന്ദി, നമസ്കാരം.